അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ 28-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു നാമാണ്, ഖലഖ്നാഹും അവരെ സൃഷ്ടിച്ചത്, വശദദ്നാ നാം ശക്തിപ്പെടുത്തുകയും ചെയ്തു, അസ്റഹും അവരുടെ ശരീരഘടന, വൈദാ ശിഅ്നാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ബദ്ദൽന നാം മാറ്റിമറിക്കുമായിരുന്നു, അംസാലഹും അവരുടെ രൂപങ്ങളെ, തബ്ദീല ഒരു മാറ്റിമറിക്കൽ. നാമാണ് അവരെ സൃഷ്ടിച്ചതും അവരുടെ ശരീരഘടനയ്ക്ക് ശക്തിയേകിയതും. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ രൂപങ്ങളെ അപ്പാടെ മാറ്റിമറിക്കുമായിരുന്നു. 3 കാര്യങ്ങളാണ് അള്ളാഹു ഈ സൂക്തത്തിൽ പറയുന്നത്. സൃഷ്ടികർത്താവ് നാമാണ്, ശക്തിയേകിയത് നാമാണ്, വേണമെങ്കിൽ രൂപം തന്നെ മാറ്റിക്കളയാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ശക്തിയുടെ പേരിൽ പെരുമ നടിക്കേണ്ട. സത്യവിശ്വാസികൾ ദുർബലരാണ് എന്ന് കരുതി അവരെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും നിങ്ങൾ നിൽക്കേണ്ടതില്ല. നിങ്ങൾ ഏതർത്ഥത്തിലും മാറ്റിക്കളയാൻ കഴിയുന്ന അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഈ കരുത്ത് നിങ്ങൾക്ക് നൽകിയതും അവൻ തന്നെയാണ്. നിങ്ങളെ ഏതർത്ഥത്തിൽ ദുർബലരാക്കാനും ഇല്ലാതാക്കാനും അതേ റബ്ബിന് സാധ്യമാവുകയും ചെയ്യും. തങ്ങൾ കരുത്തരാണ് എന്നതിൽ അഹങ്കാരത്തോടുകൂടി ദുനിയാവിൽ വല്ലാതെ അഭിരമിച്ച് മുന്നോട്ട് പോകുന്ന സത്യനിഷേധികൾക്കുള്ള ഭീഷണിയാണ് ഇത് എന്നതോടൊപ്പം ദുർബലരായ ന്യൂനപക്ഷമായ വിശ്വാസികൾക്ക് എന്തിനും കഴിയുന്ന റബ്ബാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന ധൈര്യവും സ്ഥൈര്യവും കൂടി ഈ സൂക്തം നൽകുന്നുണ്ട്. വൈദാ ശിഅ്നാ ബദ്ദൽന അംസാലഹും തബ്ദീല നാം ഉദ്ദേശിച്ചാൽ അവരെ അപ്പാടെ മാറ്റിക്കളയുമായിരുന്നു എന്നതിന് 3 വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ അക്രമികളായ നിഷേധികളായ ഈ കൂട്ടത്തെ മാറ്റി വിശ്വാസികളായ നല്ലൊരു സമൂഹത്തെ പകരം കൊണ്ടുവരും. രണ്ടാമത്തെ വിശദീകരണം, ഇവരുടെ ഈ ആരോഗ്യാവസ്ഥയെ മാറ്റി ഏതർത്ഥത്തിലും തളർത്തിക്കിടത്താനും മാറാരോഗങ്ങളോ അപകടങ്ങളോ മറ്റോ വരുത്തി ഇവരുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും പിറകോട്ട് വലിക്കാനും നാഥന് കഴിയും. മൂന്നാമത്തെ ഒരു വിശദീകരണം, ഈ ലോകത്തെ ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, നിങ്ങളുടെ രൂപം തന്നെ മാറ്റിക്കളയുന്ന പുതിയൊരു ലോകത്ത് നിങ്ങളെ കൊണ്ടുവരാൻ നാഥൻ ശക്തനാണ്, കരുത്തനാണ് എന്നതാണ്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 4 അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ح ح خ خ قاف قاف. ഖലഖ്നാഹും ഖ് എന്ന് വെളിപ്പെടുത്തി ഓതുക. ഖുതുബ് ജദിൻ്റെ അക്ഷരമാണ്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ ഈ അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂൻ വന്നാൽ, അത് ഇടയിൽ വന്നാലും അവസാനത്തിൽ വന്നാലും വ്യക്തമായി കേൾക്കത്തക്ക വിധം വെളിപ്പെടുത്തി ഓതണം. ശദദ്നാ അസ്റഹും ബദ്ദൽനാ അംസാലഹും രണ്ടിടത്തും ഒരേ നിയമമാണ്. മദ് ജായിസ് മുൻഫസിൽ. ഒരു വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ നീട്ടാനുള്ള അലിഫ് വരികയും അടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസ് വരികയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വന്നാൽ വേണമെങ്കിൽ 4 അനക്കം വരെ നീട്ടാവുന്നതാണ്. نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا